നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ കണി കണ്ടത്. അത് ശരിയാട്ടോ, പൂവിലിറങ്ങാൻ കുഴി വേണം. കറക്റ്റാണല്ലേ? കറക്റ്റാണ്, പക്ഷെ ഞാൻ പുറത്തുണ്ടാവും. പക്ഷെ ആ പൂവിന്റെ സൈസ് അനുസരിച്ച് ആയിരിക്കണം കുഴി. ഓ ആ സമയത്ത് തരിച്ചു വന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ഇല്ലെങ്കിൽ പൂ ടൈറ്റായി പോകും. മാധ്യമ്മേ, നമ്മളെ മോള് വിചാരിച്ച പോലെയൊന്നല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ ടിപ്പ് പറഞ്ഞു തരട്ടെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, 2 കസേര എടുത്ത് പുറത്തേക്ക് ഇടുക. ആദ്യം നമ്മൾ കുഴി ഉണ്ടാക്കണം. ഒരു 6-6.5 അടി ആഴത്തിൽ നമുക്ക് ഒരു കുഴി എടുക്കണം. എങ്ങനെ? ഇതിനെ ഇങ്ങനെ ചുറ്റി എന്നിട്ട് ചേച്ചി വേറെ മൂടില്ല. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവളെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിനവളെ തറവാട്ടുകാരി ആയിട്ട് വരും. അപ്പോ സൈസായിട്ടുണ്ട് കുഴി കിട്ടും. ഞാൻ വരുന്നോ? ആരെങ്കിലും ചോദിച്ചാലേ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറഞ്ഞാ മതി. എന്നിട്ട് ഈ കുഴിക്കുള്ളിലേക്ക് പൂ ഇങ്ങനെ ഇറക്കണം. എനിക്ക് സ്നേഹം തോന്നുന്നവരോട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം കാണിക്കും. അതിൽ ആർക്കാ ഇത്ര കേടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെ? ഞാനിപ്പോ 4 പൂവാണ് ഇറക്കുന്നത് കേട്ടോ. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം. ടൈറ്റായിട്ടിരിക്കട്ടെ. ചെറിയ പൂവല്ലേ. അപ്പോ ഇങ്ങനെ 4 പൂവിങ്ങനെ ഇറക്കി. ആരോട് എന്ത് എപ്പോ എങ്ങനെ സംസാരിക്കണം അറിഞ്ഞൂടാ. ബോധമില്ലാത്ത സ്ത്രീ. അതെ അതെ, പാവം. എന്തോന്നു? അല്ല, ബോധമില്ലാത്ത സ്ത്രീ. എന്നാലും ആ കുഴി ഇത്തിരി വലുതാണ്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇറുക്കണം. നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു.